എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 45 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ? കാൽക്കുലേറ്റ് ദി സ്ക്വയേഴ്സ് ഓഫ് സം ഓഡ് നമ്പേഴ്സ് ആൻഡ് ചെക്ക് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, എക്സ്പ്ലെയിൻ വൈ ദേ ആർ ട്രൂ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് കുറച്ച് ഓഡ് നമ്പർ ഒറ്റ സംഖ്യകളുടെ സ്ക്വയർ കണക്കാക്കണം, സ്ക്വയർ കണ്ടുപിടിക്കണം. പിന്നീട് നമുക്ക് അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കണം. അത് ശരിയാകാനുള്ള റീസൺ എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. അതായത് ഒറ്റ സംഖ്യ, ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ എല്ലാം സ്ക്വയർ എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ ചോദ്യം ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ അതിൽ ആദ്യത്തെ ഒന്നാമത്തേതാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. അതായത് ഒറ്റ സംഖ്യകളുടെ, നാം ഒറ്റ സംഖ്യയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ അത് ആദ്യം നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, അല്ലെ, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ ആദ്യം ഓഡ് നമ്പർ തന്നെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1ന്റെ സ്ക്വയർ നമുക്കറിയാം 1. ഇനി 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 5ന്റെ സ്ക്വയർ 25. 7ന്റെ സ്ക്വയറോ 49. ഇനി 9ന്റെ സ്ക്വയറോ 81. ഇനി ഈ സ്ക്വയറുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതെന്താണ്? ഇതെല്ലാം ഓഡ് നമ്പർ ആണ്, അല്ലെ, ഒറ്റ സംഖ്യകളാണ്, അല്ലെ. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ അതിന്റെ റീസൺ നമ്മളൊന്ന് കണ്ടെത്തണം. അപ്പൊ നമുക്കറിയാം, നാം കഴിഞ്ഞ വർഷം, അതായത് 7ാം ക്ലാസ്സിൽ ഓഡ് നമ്പറിന്റെ ആൾജിബ്ര നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെ. അതായത് ഓഡ് നമ്പർ ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒറ്റ സംഖ്യയുടെ ആൾജിബ്ര എങ്ങനെയാണ് നമ്മൾ എഴുതാം? ഓർമ്മയില്ലോ? അപ്പൊ ഓർമ്മയില്ലാത്തവരൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ അറിയാം, അല്ലെ. എണ്ണൽ സംഖ്യ എന്തൊക്കെയാണ്? 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നു എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ്. ഈ എണ്ണൽ സംഖ്യകളെ നാം 2 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കുക. അതായത് ആദ്യത്തെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഗുണിച്ചു. 2നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു, ഇതിനെ ഗുണിച്ചു. അങ്ങനെ നാം ഓരോന്നിനെയും ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയാൽ, 1നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 കിട്ടിയല്ലേ. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4, 3നെ 2 ഗുണിച്ചാൽ 6, 8, 10 അല്ലെ. അങ്ങനെ നമുക്ക് കിട്ടിപ്പോകുന്നു. ഇത് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യ. അതായത് നമുക്ക് അതിന് n എന്ന് പേര് വെക്കാം, n. ഇങ്ങനെ നമുക്ക് ഗുണിച്ചപ്പോൾ കിട്ടുന്ന സംഖ്യകൾ നോക്കി, ഇതെന്ത് സംഖ്യകളാണ്? 2, 4, 6, 8, 10 അല്ലെ. ഈ കിട്ടുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ. അതായത് നാച്ചുറൽ നമ്പേഴ്സിനെ നാം 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് ഈവൻ നമ്പേഴ്സ് കിട്ടുന്നത്, അല്ലെ. അപ്പൊ ഇത് ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ് ഇതൊക്കെ, അല്ലെ. അതായത് ഈ നാച്ചുറൽ നമ്പറുകളെ നാം 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈവൻ നമ്പേഴ്സ് കിട്ടുന്നത്, അല്ലെ. അതായത് നാച്ചുറൽ നമ്പർ n-നെ നാം 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈവൻ നമ്പേഴ്സ് കിട്ടുന്നു. അതായത് 2 × n എന്ന് പറഞ്ഞാൽ 2n. അതായത് ഈവൻ നമ്പേഴ്സിന്റെ ആൾജിബ്രിക് ഫോം എന്താണ്? 2n. മനസ്സിലായല്ലോ? 2 × n അല്ലെ. ഇനി നാം നോക്കിയേ, ഇതിൽ കൂടി നാം 1 കൂട്ടാന്ന് വിചാരിക്കുക. 2ന്റെ കൂടെ 1 കൂട്ടി, അപ്പൊ നമുക്ക് 3 കിട്ടി. 4ന്റെ കൂടെ 1 കൂട്ടി 5, 6ന്റെ കൂടെ 1 കൂട്ടി 7 അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ, അതായത് ഈവൻ നമ്പറിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ കിട്ടുന്നു, അല്ലെ. അപ്പൊ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2n ആണ്. അപ്പൊ 2nന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓഡ് നമ്പർ കിട്ടുന്നു. അപ്പൊ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2n + 1, ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2n. അപ്പൊ നമുക്ക് ഇവിടെ ഓഡ് നമ്പർ എങ്ങനെ എഴുതാം? 2n + 1 എന്ന് എഴുതാം, അല്ലെ. അതായത് ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെ, 2ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പർ കിട്ടും. അപ്പൊ നമുക്ക് ഓഡ് നമ്പർ എന്താന്ന് കിട്ടി, അല്ലെ. ഇനി ഇത് എന്ത് വേണം? ഇതിന്റെ സ്ക്വയറുകൾ, അല്ലെ. അപ്പൊ ഇതിന്റെ സ്ക്വയറുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഓഡ് നമ്പറുകളുടെ സ്ക്വയർ എങ്ങനെ കാണാം? ഇതിന്റെ സ്ക്വയർ കാണാം, അല്ലെ. സ്ക്വയർ കാണുമെങ്കിൽ 2n + 1ന്റെ ഹോൾ സ്ക്വയർ. ഒരു സംഖ്യയുടെ സ്ക്വയർ കാണുമ്പോൾ ഒരു സ്ക്വയർ ഇടും, അല്ലെ. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് മൊത്തം ഇതിന്റെ സ്ക്വയർ കാണുന്നു. അപ്പൊ നമുക്ക് ചെയ്യാനറിയാം, അല്ലെ. എങ്ങനെയാണ് ചെയ്യാം? x + y ഹോൾ സ്ക്വയർ = x² + 2xy + y², അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ സ്ക്വയർ കാണും, അല്ലെ. അപ്പൊ ഇത് ഒറ്റ സംഖ്യയാണിത്. അതുകൊണ്ട് നമ്മൾ 2n അത് ഒരുമിച്ച് എഴുതുന്നു, അതിന്റെ സ്ക്വയർ കാണുന്നു. പ്ലസ് ഇനി എന്ത് വേണം? 2 × ഇതും ഗുണിക്കണം, ഇതും ഗുണിക്കണം, അല്ലെ. അപ്പൊ 2 × 2n × അടുത്തത് 1 അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. പ്ലസ് പിന്നെ ഇതിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ, അല്ലെ, 1ന്റെ സ്ക്വയർ.
അപ്പൊ നമുക്ക് എന്ത് വരും 2n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയറും കാണണം ഇതിന്റെ സ്ക്വയറും കാണണം വേണ്ടേ. അപ്പൊ 2ന്റെ സ്ക്വയർ 4, n-ന്റെ സ്ക്വയർ n സ്ക്വയർ. അപ്പൊ 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 1 അല്ലെ. 2 ഇൻറ്റു 2n എത്രയാണ് 4n പ്ലസ് 1ന്റെ സ്ക്വയർ 1. നമ്മൾ ഇതിന്റെ അതായത് ഈ ഓഡ് നമ്പറിന്റെ സ്ക്വയർ കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലെ. അപ്പൊ നമ്മുടെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് 2n പ്ലസ് 1 ആണ്. അതായത് 2ന്റെ മൾട്ടിപ്പിൾസ് അതിന്റെ കൂടെ 1 കൂട്ടുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി 4n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 അല്ലെ. അപ്പൊ ഇവിടെ 1 കൂട്ടുന്നുണ്ട്, പക്ഷേ ഇതോടെ 2ന്റെ മൾട്ടിപ്പിൾസ് ആണോ എന്ന് നമുക്ക് സംശയമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ രൂപം ഒന്ന് മാറ്റി 2ന്റെ മൾട്ടിപ്പിൾസ് ആവുന്ന രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. അതിന് നാം എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയേ 4n സ്ക്വയർ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം 2ന്റെ മൾട്ടിപ്പിൾസ് ആക്കുന്നത് അതുകൊണ്ട് നമ്മൾ 2നെ എഴുതി. 2നെ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 4n സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ 4n സ്ക്വയറിൽ നമ്മൾ 2നെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. 2നെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് 4n സ്ക്വയറിനെ ഇവിടെ ശ്രദ്ധിക്കാം. 4n സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 4ന് ഞാൻ 2 ഇൻറ്റു 2 എന്ന് എഴുതി അല്ലെ. 4ന് 2 ഇൻറ്റു 2 4 അല്ലെ. ഇൻറ്റു n സ്ക്വയർ എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ 2 ഇൻറ്റു 2 n സ്ക്വയർ എന്ന് എഴുതാലോ. അതേപോലെ നമുക്ക് ഇതിന് എന്ത് എഴുതാം, 4n-നെ എങ്ങനെ എഴുതാം, 4n-നെ 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതി, n-നെ n എന്ന് തന്നെ എഴുതി. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിൽ നോക്കിയാൽ 2ൽ എന്തുണ്ട്, നാം ഇതിൽ നിന്ന് 2ൽ നിന്നും ഒരു 2നെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇതിൽ 2ൽ നിന്നും ഓരോ 2നെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇതിന് 2 പോകുന്നു അല്ലെ. അപ്പൊ ഇതിന് 2 പോന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരാ ഉള്ളത് ഇവിടെ, ഇത്രയേ ഉള്ളൂ അല്ലെ, 2n സ്ക്വയർ ഉള്ളൂ. അപ്പൊ നമ്മൾ 2n സ്ക്വയർ എഴുതി പ്ലസ് ഈ 4n നമ്മൾ ഇങ്ങനെ ആക്കി. ഇതിൽ നിന്ന് ഒരു 2 പുറത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്, 2n മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ പ്ലസ് 2n. ഇനി എന്ത് വരും, പ്ലസ് 1. ഇപ്പൊ ഒന്ന് നോക്കിയേ, അതായത് 2 ഇൻറ്റു 2n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 അല്ലെ. അതായത് ഇത് നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇത് ഏത് സംഖ്യ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് ഏതായാലും അതിനെ നാം എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു പ്ലസ് 1. അതായത് എനിക്ക് 2ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എപ്പോഴും കൂടി നമ്പറാ കിട്ടാം. ഇവിടെ എന്ത് വന്നു, 2ന്റെ മൾട്ടിപ്പിൾ അല്ലെ. 2 ഇൻറ്റു 2n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2n എന്ന് പറഞ്ഞാൽ ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു അല്ലെ. അതിന്റെ കൂടെ 1 കൂട്ടുന്നു, ഇവിടെയും 1 കൂട്ടുന്നു. അപ്പൊ രണ്ടും ഒരേ രൂപത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലെ. 2ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 കൂട്ടുന്നു, ഇവിടെയും അങ്ങനെ തന്നെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. അപ്പൊ അതേപോലെ എഴുതി വെക്കുക, സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. ഒറ്റ സംഖ്യകളുടെ വർഗം എന്താണ്, ഒറ്റ സംഖ്യ തന്നെയാണ്. ഇനി അതിലെന്താണ് ചോദിച്ചിട്ടുള്ളത്, അടുത്തെന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയേ, ദി സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് ഏത് ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ നോക്കിയാൽ നാം എഴുതിയിട്ടുണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സ്ക്വയറുകൾ ഏതിനെ വേണമെങ്കിലും നാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് റിമൈൻഡർ, 1 ആയിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് 9 എടുത്തെന്ന് വിചാരിക്കാം. 9ന് നമുക്ക് 9നെ നമുക്ക് 4 കൊണ്ട് 4 കൊണ്ടൊന്ന് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര റിമൈൻഡർ വരും നോക്കിയേ. 9നെ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 2 അല്ലെ. 2 ഇൻറ്റു 4 8. ഇവിടെ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ 25നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 6 ഇൻറ്റു 4 അല്ലേ 24. അപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്കൊരു 49 എടുത്ത് നോക്കി. 49 ഡിവൈഡഡ് ബൈ 4 ഒരു പ്രാവശ്യം അല്ലേ. 1 ഇൻറ്റു 4 4 9 2 പ്രാവശ്യം അല്ലേ. 2 ഇൻറ്റു 4 8. അപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. അതിന് റീസൺ നമുക്കൊന്ന് കണ്ടെത്താം. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ മിച്ചം എത്ര വരണം, 1 വരണം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എങ്ങനെ എഴുതണ്ടേന്ന് അല്ലേ. അപ്പൊ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മിച്ചം റിമൈൻഡർ 1 വരണം. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക, 4ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതണം, അതിന്റെ കൂടെ 1 കൂട്ടണം. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 on division by 4. അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ അല്ലെ.
അപ്പൊ ഈ സംഖ്യകൾ നമ്മൾ എങ്ങനെ എഴുതാറ്? അതായത് 4ന്റെ മൾട്ടിപ്പിൾസ് 4n, അതിന്റെ കൂടെ 1 കൂട്ടണം അല്ലെ. 4n + 1 എന്നാണ് എഴുതുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായല്ലോ. ഇപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ 4, 12 അല്ലെ, 16 ഇങ്ങനെ പോകുന്നു 4ന്റെ മൾട്ടിപ്പിൾസ്. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഇവിടെ 5 ആയി. ഇതിന്റെ കൂടെ 1 കൂട്ടിയാൽ, ഇതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 13 ആയി അല്ലെ. ഇതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 17 ആയി. അപ്പൊ ഇതിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. അപ്പൊ 5നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോകും അല്ലെ, ബാക്കി റിമൈൻഡർ 1 വന്നു. അതായത് നാം ഇവിടെ കൂട്ടുന്ന 1 എന്തായി മാറും? റിമൈൻഡർ ആയിട്ട് മാറും അല്ലെ. ഇതേപോലെ ഏത് സംഖ്യ പറഞ്ഞാലും അതിന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതാം, എന്നിട്ട് റിമൈൻഡർ എത്ര വേണോ അത്ര നമ്മൾ അതിന്റെ കൂടെ കൂട്ടി എഴുതാം. ഇപ്പൊ ഇതിന്റെ കൂടെ റിമൈൻഡർ 2 വേണമെന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ ഇതേപോലെ തന്നെ 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം, അതിന്റെ കൂടെ റിമൈൻഡർ 2 അല്ലേ വേണ്ടത്, അപ്പൊ നമ്മുടെ +2 എന്ന് എഴുതാം. ഇനി നമുക്ക് നമ്മുടെ എന്താ പറ്റുള്ളത്? സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ അല്ലെ. അപ്പൊ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അത് നമുക്കറിയാം. സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ രൂപം എങ്ങനെയാണ്? 4n², കഴിഞ്ഞ ചോദ്യത്തിലുണ്ടത് 4n² + 4n + 1 അല്ലെ. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്തു നിർത്തിയിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഏത് രൂപത്തിലാണ്? 4ന്റെ മൾട്ടിപ്പിൾസ് +1 അല്ലെ, ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഏത്? സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ നമുക്ക് ഇതേ രൂപത്തിൽ 4ന്റെ മൾട്ടിപ്പിൾസ് +1 ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ +1 ഉണ്ട് അല്ലെ. അപ്പൊ അത് ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിന്റെ 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സീക്വൽ ടു നോക്കിയേ, 4 ഇതിലും ഉണ്ട് 4 അല്ലെ. അപ്പൊ 2ലും 4 ഉണ്ട്, ആ 4 നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്ത് വരും? ഇവിടെ 4 ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ബാക്കി n² അല്ലെ, പ്ലസ് ഇതിൽ നിന്നും 4 നമ്മൾ എടുത്തു, ബാക്കി എന്തുണ്ട്? ഇവിടെ n. പിന്നെ കഴിഞ്ഞു. പിന്നെ ബാക്കി എന്തുണ്ട്? +1. അതായത് ഇവിടെ നിന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യം ചെയ്ത പോലെ 4n² നാം എന്താക്കി? 4 × n² എന്ന് എഴുതി. ഓക്കെ. ഇനി 4n നമ്മൾ എന്ത് ചെയ്തു? 4 × n എന്ന് എഴുതി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 4നെ എടുത്തു, 4നെ എടുത്തപ്പോൾ ബാക്കി n² മാത്രം. കണ്ടില്ലേ? ഇപ്പൊ അതുപോലെ ഇതിൽ നിന്നും നമ്മൾ 4നെ എടുത്തു, ബാക്കി n മാത്രം. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് പുറത്തേക്ക് എടുത്ത് എഴുതുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 4 × n² + n + 1 എന്ന് കിട്ടി അല്ലെ. ഇവിടെ നോക്കിയേ, 4 × n² + n അല്ലെ. 4 × ഇത് ഏതോ ഒരു സംഖ്യ, എന്തോ ആയിക്കോട്ടെ, ഏതോ ഒരു സംഖ്യ അല്ലെ. അതിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 4 കൊണ്ട് ഒരു സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ എന്താവും? 4ന്റെ മൾട്ടിപ്പിൾസ് ആയി മാറി അല്ലെ. അതിന്റെ കൂടെ 1 കൂട്ടുന്നു. ഇവിടെ എന്താണ് സംഭവം? 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ. 4 × n എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾസ്, അതിന്റെ കൂടെ 1 കൂട്ടുന്നു. അപ്പൊ ഇവിടെ എന്താണിത്? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4, 4ന്റെ ഗുണിതമാണ് ഇത് രണ്ടും അല്ലെ. അതിന്റെ കൂടെ 1 നമ്മൾ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 ആണ് അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ എഴുതി വെക്കാം. ദി സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതുകൂടി ഇതിൽ എഴുതി വെക്കാം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ദി സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. എന്താണ് അതിന്റെ അർത്ഥം? ഏത് ഒറ്റ സംഖ്യയുടെയും സ്ക്വയറിനെ, ഇപ്പൊ നമ്മൾ എഴുതി ഈ സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ അതിനെ നമ്മൾ 8 കൊണ്ട്, നേരത്തെ പറഞ്ഞ് 4 കൊണ്ടായിരുന്നു, ഇപ്പൊ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എപ്പോഴെത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 9 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 8 അല്ലെ. റിമൈൻഡർ നമുക്ക് 1 കിട്ടി. ഇനി 25 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 4 × 8 24 അല്ലെ. അപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. ഇനി വേണമെങ്കിൽ കൂടെ ചെയ്ത് നോക്കാം. 49 അതിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 6 അല്ലെ, 48. അപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. ഇനി നമുക്കത് റീസൺ ഒന്ന് കണ്ടെത്താം. അപ്പൊ ആദ്യം നമുക്ക് നോക്കിയാൽ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8 അല്ലെ. 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ എഴുതിയ പോലെ തന്നെ. അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ
ബൈ 8. അതായത് 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ അല്ലെ. നമുക്ക് എങ്ങനെ എഴുതാം? 8ന്റെ മൾട്ടിപ്പിൾസ്, അതായത് 8 ഇൻറ്റു n, 8ന്റെ മൾട്ടിപ്പിൾസ് പ്ലസ് റിമൈൻഡർ എത്ര വരണം അത് നമ്മൾ എഴുതാം അല്ലെ. 1 ആണെങ്കിൽ 1 എഴുതാം, 2 ആണെങ്കിൽ 2 എഴുതാം. ഇപ്പോൾ 1 ആണ് വേണ്ടത്, അപ്പൊ നമുക്ക് 8n പ്ലസ് 1 എഴുതാം. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഓഡ് നമ്പേഴ്സിന്റെ വർഗം അല്ലെ, സ്ക്വയർ, അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് തന്നെ നമുക്ക് എടുത്ത് എഴുതാം. അതായത് സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ. ഫോർ എൻ സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1. ഇതാണ് നമുക്ക് സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ കിട്ടിയത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇതേ രൂപത്തിൽ തന്നെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നോക്കിയാൽ 8n, 8ന്റെ മൾട്ടിപ്പിൾസ് പ്ലസ് 1. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് നോക്കിയാൽ പ്ലസ് 1 ഉണ്ട് അല്ലെ. പക്ഷെ ഇത് ഇതേ രൂപത്തിലല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾസ് പ്ലസ് 1 അതേ രൂപത്തിലാവും. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നാം നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ നമ്മൾ 4 ആണ് പുറത്തെടുത്തത് അല്ലെ. 4ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 4നെ പുറത്തെടുത്തു. ഇവിടെ നമുക്ക് 4n മൊത്തം അങ്ങോട്ട് പുറത്തെടുക്കാം. ഇവിടെ നിന്ന് മൊത്തം 4n പോകുന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? n മാത്രം അല്ലെ. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്ലസ് ഇവിടെ നിന്ന് 4n പോകുന്നു. ബാക്കി എന്തുണ്ട്? 1 അല്ലെ. ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. അതായത് ഇവിടെ നോക്കിയേ, 4n സ്ക്വയറിനെ നാം എങ്ങനെ എഴുതി? 4 ഇൻറ്റു n ഇൻറ്റു n. ഓക്കെ അല്ലെ. അതേപോലെ നമ്മൾ 4n ഈ 4നെ നമ്മൾ എന്ത് എഴുതി? 4 ഇൻറ്റു n എഴുതി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? 4n എടുത്തു അല്ലെ. 4n പോകുന്നു. 4n പോകുന്നു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ഒരു n മാത്രമേ ഉള്ളൂ. അപ്പൊ n ഇവിടെ എഴുതി. ഇനി ഇതിൽ നിന്നോ 4n നമ്മൾ 4n എടുത്തു അല്ലെ. ബാക്കി ഇവിടെ എന്തുണ്ട്? 4n പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 1 ഉണ്ട് അല്ലെ. അതായത് 4 ഇൻറ്റു n ഇൻറ്റു 1 ആണ് 4n എന്ന് പറഞ്ഞാൽ അല്ലെ. അല്ലാണ്ട് ഇവിടെ 0 അല്ല, 1 ഉണ്ട്. അപ്പൊ 4n പോകുന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1. അപ്പൊ ആ 1 നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി പ്ലസ് 1 എഴുതി. പ്ലസ് 1. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ 4n ഇൻറ്റു n പ്ലസ് 1 അല്ലെ. അപ്പൊ 4നെ തൽക്കാലം നമ്മൾ അവിടെ നിർത്താം. 4 അവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി n ഇൻറ്റു n പ്ലസ് 1 അല്ലെ. n ഇൻറ്റു n പ്ലസ് 1. അതായത് n ഇപ്പൊ നമ്മൊരു സംഖ്യ എന്ന് വിചാരിക്കാം. പിന്നെ അതിനെ ഏതുകൊണ്ട് ഗുണിക്കുന്നു? n പ്ലസ് 1, അതിന്റെ തൊട്ടടുത്ത സംഖ്യ. n പ്ലസ് 1 ആണ് തൊട്ടടുത്ത സംഖ്യ അല്ലെ. ഇപ്പൊ n 5 ആണെങ്കിൽ 5 ഇൻറ്റു n പ്ലസ് 1, 5ന്റെ കൂടെ 1 കൂട്ടുന്നു 6 അല്ലെ. ഇനി n 6 ആണെങ്കിൽ n പ്ലസ് 1 എത്ര വരും? 6ന്റെ കൂടെ 1 കൂട്ടുന്നു, അപ്പൊ 7 അല്ലെ. ഇനി n 10 ആണെങ്കിൽ n പ്ലസ് 1 എത്ര വരും? 11 വരും അല്ലെ. അപ്പൊ ഈ സംഖ്യകളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇപ്പൊ തൊട്ടടുത്ത സംഖ്യകൾ ഇപ്പൊ എന്തായിരിക്കും? 1 ഒറ്റയാണെങ്കിൽ അടുത്ത് ഇരട്ട അല്ലെ. ഇത് ഈവൺ നമ്പർ ആണെങ്കിൽ അടുത്ത് ഓഡ് നമ്പർ, ഇത് ഈവൺ നമ്പർ ആണെങ്കിൽ അത് ഓഡ്. അപ്പൊ എപ്പോഴും ഒരു ഓടും ഒരു ഈവൺ ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത സംഖ്യകൾ. അപ്പൊ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 6 30, 6 ഇൻറ്റു 7 42, 10 ഇൻറ്റു 11 110. അതായത് തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഓടും ഒരു ഈവണും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും അല്ലെ. ഈ കിട്ടിയത് മുഴുവൻ എന്താണ്? ഈവൺ നമ്പറേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈവൺ നമ്പർ. ഒരിക്കലും നമുക്ക് ഓഡ് നമ്പർ കിട്ടില്ല. അപ്പൊ ഒരു ഈവൺ നമ്പർ എങ്ങനെ നമ്മൾ എഴുതാൻ നമുക്കറിയാലോ. 2 ഇൻറ്റു അല്ല 2n ആണ് നമ്മൾ എഴുതാറ് അല്ലെ. പക്ഷെ വേറെ ഒരു ലെറ്റർ കൊടുക്കാം. 2 ഇൻറ്റു ഇപ്പൊ വേണമെങ്കിൽ k കൊടുത്തു. ഇത് ഒരു ഈവൺ നമ്പർ ആണ് അല്ലെ. അപ്പൊ ഈ സംഖ്യ ഇപ്പൊ എപ്പോഴും ഈ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. അത് അറിയിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്തു? ഇവിടെ 2k എന്നിട്ടു. അപ്പൊ 4 ഇൻറ്റു 2k. ക്ലിയർ ആയില്ലേ? ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈവൺ നമ്പർ ആണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ഇൻറ്റു 2n പകരം 2 ഇൻറ്റു k എന്നിട്ടത്. ക്ലിയർ ആയി അല്ലെ. ഇനി ഇവിടെ എന്താണ്? പ്ലസ് 1 ഉണ്ട്. ഓക്കെ, അത് അതേപോലെ തന്നെ കിടന്നോട്ടെ. ഇനി നോക്കിയേ, 4 ഇൻറ്റു 2k. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8k പ്ലസ് 1. അപ്പൊ നമുക്കറിയാം 8 ഇൻറ്റു k എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും അല്ലെ. ഇവിടെ വരുന്ന ഒരു നമ്പർ ആണ്. അപ്പൊ 8 ഇൻറ്റു k ഇൻറ്റു 1, അതായത് ഏതോ ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിക്കുന്നു. അതായത് 8 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. ഇത് 8ന്റെ മൾട്ടിപ്പിൾസ് അതിന്റെ കൂടെ 1 കൂട്ടുന്നു. ഇവിടെ എന്ത് വന്നു? 8ന്റെ മൾട്ടിപ്പിൾസ് അതിന്റെ കൂടെ 1 കൂട്ടുന്നു. അപ്പൊ രണ്ടും ഒരേ രൂപത്തിൽ ഇടകെടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏത് ഒറ്റ സംഖ്യയുടെ വർഗത്തെയും 8 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? അതിന്റെ റിമൈൻഡർ 1 ആണ് കിട്ടുക.
അപ്പൊ ഇതിന്റെ അടിയിൽ നിന്ന് എഴുതി വെക്കാം, ദി സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. അതായത് ഏത് ഒറ്റസംഖ്യയുടെ വർഗത്തെയും 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ മിച്ചം 1 ആണ്. അങ്ങനെയും കൂടി എഴുതി വെക്കാം.